ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31-ാമത്തെ അധ്യായം. ഇതിൽ ജീവന്റെ ഗർഭാവസ്ഥയും ആ ജീവിത ക്ലേശാദികളെ പറ്റിയിട്ടും പറയണം. ആദ്യത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രീയാഃ പ്രവിഷ്ട ഉദരം പുംസോ രേതക്കണാശ്രയഃ. നൂടി കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രീയാഃ പ്രവിഷ്ട ഉദരം പുംസോ രേതഃ കണാശ്രയഃ. ദൈവനേത്രേണ ആ ഈശ്വര പ്രേരിതം ആയിട്ടുള്ള ആ പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ജീവൻ, മരിച്ചു പോകുന്ന ജീവൻ ആ ശരീരം, പുതിയ ശരീരം സ്വീകരിപ്പാൻ വേണ്ടിയിട്ട്, ആ കർമ്മശിഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ പുരുഷന്റെ ആ വീര്യങ്ങളെ ആശ്രയിച്ചിട്ട് ആ സ്ത്രീയുടെ അഗർഭാശയത്തിൽ വന്ന് പ്രവേശിച്ച് അവനായിട്ട് തീരണു എന്നാണ് ഇതിൽ പറയുന്നത്. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രീയാഃ പ്രവിഷ്ട ഉദരം പുംസോ രേത കണാശ്രയഃ. ഇവിടുത്തെ പദങ്ങള് ദൈവനേത്രേണ ആ ഈശ്വര പ്രേരിതമായിരിക്കുന്ന കർമ്മണ ആ പൂർവകർമ്മത്താൽ, ജന്തുഹു ജീവൻ, ദേഹോപപത്തയെ ആ പുതിയ ശരീരം സ്വീകരിപ്പാനായിട്ട്, പുംസഹ ആ പുരുഷന്റെ, രേതക്കണാശ്രയാഹ വീര്യത്തെ ആശ്രയിച്ചിട്ട്, സ്ത്രീയാഹ ആ സ്ത്രീയുടെ ഉദരം ആ ഗർഭാശയത്തിൽ പ്രവിഷ്ട പ്രവേശിച്ചവനായിട്ട് തീരണു. ഒന്നും കൂടി പറയാം. ദൈവനേത്രേണ ആ ഈശ്വര പ്രേരിതമായിരിക്കുന്ന കർമ്മണ ആ പൂർവകർമ്മത്താൽ, ജന്തുഹു ആ ജീവൻ, ദേഹോപപത്തയെ ആ പുതിയ ശരീരം സ്വീകരിപ്പാനായിട്ട്, പുംസഹ ആ പുരുഷന്റെ, രേതക്കണാശ്രയ വീര്യത്തെ ആശ്രയിച്ചിട്ട്, സ്ത്രീയാഹ ആ സ്ത്രീയുടെ ഉദരം ഗർഭാശയത്തിൽ പ്രവിഷ്ട പ്രവേശിച്ചവനായിട്ട് തീരുന്നു. അപ്പൊ ഇതിലത്തെ അന്വയം വന്നിട്ട് ദൈവനേത്രേണ കർമ്മണ ജന്തുഹു ദേഹോപപത്തയെ പുംസഃ രേതക്കണാശ്രയ സ്ത്രീയാഹ ഉദരം പ്രവിഷ്ട. ഒന്നുകൂടി പറയാം. ദൈവനേത്രേണ കർമ്മണ ജന്തുഹു ദേഹോപപത്തയെ പുംസഃ രേതക്കണാശ്രയ സ്ത്രീയാഹ ഉദരം പ്രവിഷ്ട. അതായത് ഈശ്വര പ്രേരിതമായിട്ടുള്ള ആ പൂർവകർമ്മത്താൽ ജീവൻ ആ ശരീരം സ്വീകരിപ്പാനായിട്ട്, പുതിയ ശരീരം സ്വീകരിപ്പാനായിട്ട് പുരുഷന്റെ വീര്യത്തെ ആശ്രയിച്ചിട്ട് സ്ത്രീയുടെ ഉദരത്തില്, ഗർഭാശയത്തിൽ പ്രവേശിച്ചവനായിട്ട് തീരുന്നു. പൂർവകർമ്മത്തിന് അനുസൃതമായിട്ട് കർമ്മശിഷ്ടം അനുഭവിപ്പാൻ ആ ഈശ്വര പ്രേരണ നിമിത്തം ആ ജീവൻ മനുഷ്യ ശരീരം പ്രാപിക്കാനായിട്ട് ആ പുരുഷന്റെ രേതസ്സിന്റെ കണത്തെ ആശ്രയിച്ചിട്ട് സ്ത്രീയുടെ ഉദരത്തെ പ്രാപിക്കണു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജീവന് ആ മരണാനന്തരമുള്ള അനുഭവങ്ങൾ മുൻ അധ്യായത്തിൽ വിവരിച്ച ശേഷം ആ ജീവന്റെ വീണ്ടും ഉള്ള ആ മനുഷ്യ ശരീര പ്രാപ്തിയെ ആണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുന്നത് എന്നർത്ഥം, വാച്യാർത്ഥം. ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് അതാണ് ദൈവനേത്രേണ എന്ന് പറയാനുള്ളത്. അതിന്റെ ഭാവാർത്ഥം ജന്തു എന്നാൽ ജീവാത്മാവ്, ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രാണികളുടെ ചേതനാവൃത്തിക്ക് കാരണവുമായിട്ടുള്ള വസ്തുവാണ് ജീവാത്മാവ്, ജന്തു. സ്ത്രീ എന്നാൽ ഇവളുടെ ആ ഗർഭപാത്രത്തിൽ ശുക്ലശോണിതങ്ങൾ കെട്ടിപ്പിടിക്കും എന്ന് വാച്യാർത്ഥം ആയിട്ട് പറയുന്നു. അപ്പോൾ വേറൊരു ശരീരത്തെ പ്രാപിക്കാൻ, ആത്മാവ് വേറൊരു ശരീരത്തെ പ്രാപിക്കാൻ പോകുന്നു എന്ന് വരുന്നു. ആ കർമ്മശിഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആത്മാവ് വേറൊരു ശരീരത്തെ പ്രാപിക്കാൻ പോകുന്നു. ഇതാണ് ഈ ഇതിൽ പറയുന്നത്. ഇത് ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ പറയുന്നുണ്ട്. കർമ്മശിഷ്ടം എന്തെന്നതിനെ പറ്റിയിട്ട് സവിസ്തരം ആചാര്യസ്വാമികൾ ചർച്ച ചെയ്യുന്നുണ്ട്. പരലോകത്ത് അനുഭവിക്കേണ്ട ആ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ അവശേഷിക്കുന്നത് ഏതോ അതാണ് കർമ്മശിഷ്ടം. അത് പുനർജന്മത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ
ആചരണത്തിന് ആസ്പദം ആയിട്ടുള്ള ആ സൽക്കർമ്മവും ദുഷ്കർമ്മവും അതിൻ്റെ ഫലമായിട്ട് യമലോകത്ത് ചെന്നിട്ട് നരകയാതനകൾ അനുഭവിച്ചിട്ട് വീണ്ടും ഭൂമിയിലേക്കുള്ള ആ ഒരു വരവാണ് ഇവിടെ പറയണത്. നരക അനുഭവം ഉണ്ടെന്നുള്ള ശ്രുതി പ്രമാണങ്ങൾ അവലംബിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഈ പിതൃയാനത്തിന്, പിതൃക്കളുടെ ലോകത്തിലേക്ക് പോകുന്നതിനാണ് ഈ കർമ്മശിഷ്ടം ഉണ്ടാവുക. ദേവയാനത്തിന് കർമ്മശിഷ്ടം ഇല്ല. കേവലം ഭോഗാസക്തന്മാരുടെ അവസ്ഥ ആണ് ഈ കർമ്മശിഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. രേതഃ സിഗ്യോഗോഥ, രേതസ് അത് ആഹാരത്തിലൂടെ പുരുഷ ശരീരത്തിൽ പ്രവേശിച്ചാണ് രേതസ്സായിട്ട് മാറുന്നത്. ഷഡ്രസമായ അന്നത്തിലൂടെ പുരുഷദേഹത്തിൽ പ്രവേശിക്കുന്ന ജീവൻ രസത്തിൽ നിന്ന് രക്തം, പിന്നെ മാംസം, മേധസ്, സ്നായു, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ക്രമത്തിൽ പരിണമിച്ച് ആ സ്ത്രീയുടെ ആർത്തവകാലത്തുള്ള സംയോഗം നിമിത്തം ആ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ഗർഭമായി തീരുന്നു. ഷഡ്വിധോ രസാത് ശോണിത മാംസാൻ മേധോ സ്നായവഃ സ്നായുഭ്യോ സ്ഥീതി അസ്ഥിഭ്യോ മജ്ജാതഃ ശുക്രശോണിത സംബന്ധം ആർത്തവേ ഗർഭഃ എന്ന് ഗർഭോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം സ്ത്രീയോനിയിൽ വെച്ചിട്ടാണ് ശരീരോൽപത്തി. യോനോ ശരീരം അഥ രേതഃ സ്നിഗ്ധഭാവസ്യാനന്തരം യോനൗ നിഷിക്തേ രേതസി യോനേരധി ശരീരമനുശായിനം അനുശയ ഫലോപഭോഗായ ജായതേ ഇത്യാഹ ശാസ്ത്രം. ദുരിതം ചെയ്യുന്നവർ ആ മരണശേഷം ആ നരകത്തിൽ പതിക്കണം, ആ നരകയാതനകൾ അനുഭവിക്കണം. അതുകൊണ്ട് അവസാനിക്കണില്ല. വീണ്ടും മനുഷ്യനായിട്ട് പിറന്നിട്ട് അനുഭവിക്കേണ്ടവ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിന് പുനർജന്മം സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നത്. രോഗാദികൾ വീണ്ടും മനുഷ്യനായിട്ട് പിറന്നിട്ട് അനുഭവിക്കേണ്ടവ അവശേഷിക്കുന്നു. അതിന് പുനർജന്മം സ്വീകരിക്കുന്നു. അതിൽ രോഗാദികൾ പെടും. രോഗാദികൾ ഈ ഇനത്തിൽപ്പെടും. അല്പം സുകൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും സുഖാനുഭൂതികളിലൂടെ അനുഭവിക്കേണ്ടതുണ്ടല്ലോ. ഇത് രണ്ടും അനുഭവിക്കാനായിട്ട്, സുഖദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട്, വീണ്ടും കർമ്മശിഷ്ടത്തിൻ്റെ ആ ഫലത്തെ അനുഭവിക്കാനായിട്ട് വീണ്ടും പുതിയ ശരീരത്തിന് വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ ഗർഭത്തിൽ ആ പുരുഷൻ്റെ വീര്യത്തിലൂടെ വന്ന് പിറക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കപില ഭഗവാൻ പറയുകയാണ്, ജന്തു ദേഹം പ്രാപിക്കുന്നതിന് ഈശ്വരപ്രേരിതമായിട്ടുള്ള ആ പൂർവകർമ്മങ്ങളാൽ ആ പുരുഷന്റെ രേതസ്സിനെ ആശ്രയിച്ചിട്ട് സ്ത്രീയുടെ ഉദരത്തെ പ്രാപിക്കുന്നു. അവ മരണവും അനന്തരം ഉണ്ടാകുന്ന ആ നരകപ്രാപ്തിയും വർണ്ണിച്ച ശേഷം ആ ഗർഭപ്രാപ്തി, ജനനം മുതലായിട്ടുള്ള ആ ക്ലേശങ്ങളെയും ആ കപില ഭഗവാൻ ഇവിടെ വിവരിക്കുകയാണ്. കർമാനുസരണമായിട്ടുള്ള ആ ദുഃഖത്തെയോ ആ സുഖത്തെയോ നരകത്തിലോ സ്വർഗത്തിലോ ആ ദൈവം ഈ ജീവന് നൽകിയതിന് ശേഷം വീണ്ടും മനുഷ്യ ശരീരം കൊടുക്കുവാൻ കരുണയുള്ളവനായി ഭവിക്കുന്ന സമയം ഈ ജീവൻ ആ ശരീരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആദ്യം പുരുഷന്റെ രേതസ്സിലും അതിൽ കൂടിയിട്ട് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലും പ്രവേശിക്കണം. അപ്പൊ ഇതിലെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞതെന്നൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഏകത്രിംശേ, ആ 31-ാമത്തെ അധ്യായത്തില്
വിമിശ്രയിസ്തു പുണ്യപാപൈർ ഇഹാന്തര. ആ പുണ്യപാപങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആ അവസ്ഥ വരുന്ന സമയത്ത് മനുഷ്യയോനി സംപ്രാപ്തിർ, മനുഷ്യയോനിയെ പ്രാപിക്കുന്നതിനെ കുറിച്ചിട്ട് വർണ്ണിക്കണു. രാജസീഹി ഗതി, അതിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഏകത്രിംശേ വിമിശ്രൈസ്തു പുണ്യപാപൈ വിഹാന്തര മനുഷ്യയോനി സംപ്രാപ്തിർ വർണ്ണിതേ രാജസീഹി ഗതി. ശ്രീ കപില ഉവാച, ശ്രീ കപില ഭഗവാൻ പറയാണ്, ജന്തുർദേഹപ്രാപ്തയെ, ആ ജീവൻ ദേഹം പ്രാപിക്കാൻ ദൈവേനേത്രേണ, ദൈവത്താൽ പൂർവകർമ്മങ്ങളുടെ ദൈവനേത്രേണ കർമ്മണ പുംസോ, പൂർവകർമ്മത്താൽ കർമ്മത്തിൻ്റെ ആ ശിഷ്ടഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നിട്ട് ആ പുരുഷൻ രേതഃ കണാശ്രയ, ആ പുരുഷന്റെ പുംസോ രേതഃ കണാശ്രയ, പുരുഷന്റെ രേതസ്സില് ആ കണത്തെ ആശ്രയിച്ചിട്ട് സ്ത്രീയാ ഉദരം, സ്ത്രീയുടെ ഉദരത്തില് പ്രവേശിക്കുന്നു. പ്രവിഷ്ടോ ഭവതി. ശ്രീ കപില ഉവാച ജന്തുർദേഹപ്രാപ്തയെ ദൈവനേത്രേണ കർമ്മണ പുംസോ രേതഃ കണാശ്രയ സ്ത്രീയാ ഉദരം പ്രവിഷ്ടോ ഭവതി എന്നുള്ളതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ പറയണത് കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന ച കർക്കണ്ഠൂ പേശ്യണ്ഡം വാ തതഃപരം. കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന ച കർക്കണ്ഠൂ പേശ്യണ്ഡം വാ തതഃപരം. അതായത് ഗർഭത്തില് പ്രവേശിക്കുന്ന ആ ജീവൻ ഏകരാത്രേണ, ഒരു രാത്രി കഴിയുന്ന സമയത്തേക്ക് ആ കലലം തു, ആ മിശ്രഭാവം കൊണ്ട് 5 നാൾ, പഞ്ചരാത്രേണ 5 നാൾ കൊണ്ട് ഒരു പോളയായിട്ട് തീരണം. പിന്നെ ദശാഹേന 10 നാൾ കൊണ്ട് കർക്കന്ധുഹു, ഒരു ലന്തക്കായക്ക് സമം. തതഃ പരം, പിന്നെ ആ പേശി ഒരു മാംസപിണ്ഡം ആയിട്ട് അണ്ഡം വാ, മുട്ടയായോ പരിണമിക്കുകയും ചെയ്യണു എന്നാണ് പറയുന്നത്. ആ സ്ത്രീയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്ന ആ ജീവൻ ഒരു രാത്രി കഴിയുമ്പോൾ ആ മിശ്രഭാവം കൊണ്ട് അതിലൊരു മിശ്രഭാവം വരണം. രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഭാവം വന്നിട്ട് 5 നാൾ കൊണ്ട് അതൊരു പോളയായിട്ട് തീരണം. അങ്ങനെ 10 നാൾ കൊണ്ട് അത് ഒരു ലന്തക്കായക്ക് സമമായിട്ട് തീരണം. പിന്നെ അത് ഒരു മാംസപിണ്ഡമായിട്ടോ ഒരു മുട്ടയായിട്ടോ അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച രേതസ് ഒരു രാത്രി കൊണ്ട് സ്ത്രീയുടെ രക്തവുമായിട്ട് കലർന്നിട്ട് കലലം എന്ന ആ പരിണാമദശയെ പ്രാപിക്കുന്നു. 5 രാത്രി കൊണ്ട് ആ നീർക്കുമിളയുടെ ആകൃതിയിലുള്ള ഒരു ബുദ്ബുദം ആയിട്ട് തീരണം. ബുദ്ബുദം എന്ന് പറഞ്ഞാൽ നീർക്കുമിള. 10 ദിവസം കഴിയുമ്പോഴേക്കും അതൊരു ലന്തക്കായ പോലെ ഉറച്ചുരുണ്ട ഒരു വസ്തുവായിട്ട് തീരണം. അനന്തരം അതൊരു മാംസപിണ്ഡമോ മുട്ടയോ ആയിട്ട് വളരണം. അപ്പൊ അതിലത്തെ പദങ്ങൾ നോക്കാം. ഏകരാത്രേണ, ഒരു രാത്രി കഴിയുമ്പോൾ. കലലം ത്വേകരാത്രേണ, ഒരു രാത്രി കഴിയുമ്പോൾ. കലലം തു, മിശ്രഭാവം വരികയാണ്. സ്ത്രീയുടെ രേതസ് സ്ത്രീയുടെ രക്തവുമായിട്ട് കലർന്നിട്ടൊരു മിശ്രഭാവം വന്നിട്ട് അത് 5 നാൾ കൊണ്ടിട്ട് പഞ്ചരാത്രേണ 5 നാൾ കൊണ്ട് ബുദ്ബുദം ഒരു പോളയായും. ദശാഹേനതു 10 നാൾ കൊണ്ട് കർക്കന്ധുഹു ലന്തക്കായക്ക് സമവും. തതഃ പരം, പിന്നെ പേശി ഒരു മാംസപിണ്ഡമായോ അണ്ഡം വാ മുട്ടയായോ പരിണമിക്കുകയും ചെയ്യുന്നു. ഒന്നും കൂടി പറയാം. ഏകരാത്രേണ, ഒരു രാത്രി കഴിയുമ്പോൾ. കലലം തു, മിശ്രഭാവവും. പഞ്ചരാത്രേണ 5 നാൾ കൊണ്ട് ബുദ്ബുദം ഒരു പോളയായും. ദശാഹേനതു 10 നാൾ കൊണ്ട് കർക്കന്ധുഹു ലന്തക്കായക്ക് സമവും. തതഃ പരം, പിന്നെ പേശി ഒരു മാംസപിണ്ഡമായിട്ടും അണ്ഡം വാ മുട്ടയായിട്ടോ പരിണമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ അന്വയം ഏകരാത്രേണ
കലലം തു പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന തു കർക്കന്ധൂഃ തതഃ പരം പേശി അണ്ഡം വാ ഒന്നുകൂടി പറയാം. ഏകരാത്രേണ കലലം തു പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന തു കർക്കന്ധൂഃ തതഃ പരം പേശി അണ്ഡം വാ. ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ടുള്ള രേതസ് ഒരു രാത്രി കൊണ്ട് സ്ത്രീയുടെ രക്തവുമായി കലർന്ന് കലലം എന്ന പരിണാമദശയെ പ്രാപിക്കുന്നു. 5 രാത്രി കൊണ്ട് ആ നീർക്കുമിളയുടെ ആകൃതിയിലുള്ള ബുദ്ബുദം ആയിട്ട് തീരുന്നു. ബുദ്ബുദം 10 ദിവസം കഴിയുമ്പോഴേക്കും അതൊരു ലന്തക്കായ പോലെ ഉറച്ചുരുണ്ട് ഒരു വസ്തുവായിട്ട് തീരുന്നു. അനന്തരം അതൊരു മാംസപിണ്ഡമോ മുട്ടയോ ആയിട്ട് വളരുന്നു. കലലം എന്നാൽ ആ രക്തശുക്രങ്ങൾ ചേർന്നിട്ട് കട്ട പിടിച്ചത് എന്നർത്ഥം. ആ ബുദ്ബുദം എന്നാൽ നീർക്കുമിള. കർക്കന്ധു എന്നാൽ ലന്തക്കായ എന്ന് പറയും. ഗുണസാമ്യം കൊണ്ട് ആ വസ്തുക്കളുടെ സംജ്ഞ ആ ഭ്രൂണത്തിൻ്റെ ആ ഓരോ പരിണാമദശകൾക്കും കൽപ്പിച്ചിരിക്കുകയാണ്. മീമാംസകര് ഇതിനെ ഗൗണി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ ഗുണങ്ങൾ. ജീവന്റെ ഗുണങ്ങളെ കൊണ്ട് അത് ഇങ്ങനെ ഒരു വസ്തുവായിട്ട് തീരുന്നു. അഭിധേയാവിനാഭൂതേ പ്രവൃത്തിർലക്ഷണേഷ്യതേ ലക്ഷ്യമാണ് ഗുണൈർയോഗാത് വൃത്തേരിഷ്ടാതു ഗൗണത. തന്ത്രവാർത്തികത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പേശി എന്നാൽ മാംസപിണ്ഡം എന്നർത്ഥം. ജരായുധങ്ങളിൽ മാംസപിണ്ഡമായിട്ടും ജരായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചിട്ട് ജനിക്കുന്നവരിൽ അത് മാംസപിണ്ഡമായിട്ടാണ് തീരണത്. അണ്ടജങ്ങളിൽ മുട്ടയിട്ട് ഉണ്ടാകുന്നതിൽ മുട്ടയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അണ്ടജങ്ങളിൽ മുട്ടയായിട്ടും ഈ പ്രമാണം പശുപക്ഷി മൃഗാദികളിലെ മറ്റത് മനുഷ്യരുടെ സംബന്ധിക്കുന്നതാണ് ഇപ്രകാരം പറഞ്ഞത്. അങ്ങനെ പുനർജന്മം മനുഷ്യനായി തന്നെ വേണമെന്നില്ലല്ലോ. പ്രാധാന്യം മനുഷ്യനാകിയാൽ അത് മാത്രം വിശദം ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭ്രൂണത്തിൻ്റെ ആ പരിണാമദശകളെ പറ്റിയിട്ടുള്ള പ്രമാണങ്ങൾ തമ്മിൽ അല്പാൽപ്പം വൈരുദ്ധ്യം പല സ്ഥലത്തും കാണും. ഒരു രാത്രി കൊണ്ട് കലലം, 7 രാത്രി കൊണ്ട് ബുദ്ബുദം, അരമാസം കഴിയുമ്പോഴേക്ക് മാംസപിണ്ഡം എന്നാണ് ഗർഭോപനിഷത്തിൽ പറയുന്നത്. ഋതുകാലേ സംപ്രയോഗാത് ഏകരാത്രോഷിതം കലലം ഭവതി സപ്തരാത്രോഷിതം ബുദ്ബുദം ഭവതി അർദ്ധമാസാഭ്യന്തരേ പിണ്ടോ ഭവതി. ഗർഭോപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ആദ്യ മാസം അത് ദ്രവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും 2-ാം മാസത്തിൽ അർബുദാവസ്ഥയെ പ്രാപിക്കുന്നുവെന്നും 3-ാം മാസം കൊണ്ട് ഇന്ദ്രിയങ്ങൾ ഉത്ഭവിക്കുന്നുവെന്നും ആ യാജ്ഞവൽക്യസ്മൃതിയിൽ പറയേണ്ട. പ്രഥമേ മാസി സംക്ലേദഭൂതോ ധാതു വിമൂർച്ഛിതഃ മാസ്യ അർബുദം ദ്വിതയേ തു തൃതീയേ അംഗേന്ദ്രിയൈർയുതഃ. അർബുദം എന്നാൽ ആ ഈഷത് കഠിന മാംസപിണ്ഡരൂപം പറയുന്നു. മാംസപേശികൾ ചേർന്നിട്ടുള്ള ഒരു പിണ്ഡം, അതിൻ്റെ ഒരു പിണ്ഡമായിട്ട് തീരുന്നു. സുശ്രുത സംഹിത ശരീരസ്ഥാനം 3-ാം അധ്യായത്തിൽ പറയുന്ന പരിണാമദശകൾ ആ യാജ്ഞവൽക്യസ്മൃതിയോട് സമാനമാണ്. തത്ര പ്രഥമേ മാസി കലലം ജായതേ. ഇതൊക്കെ മനുഷ്യഭ്രൂണത്തിനെ സംബന്ധിച്ച് പറയുന്നതാണ്. ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഇവിടെ ആചാര്യന്മാർ തമ്മിൽ ഭിന്നാഭിപ്രായം ഉണ്ടത് പല ഭാഷ്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ ശുക്ലശോണിതങ്ങൾ കലലമാകുന്നു, 5 ദിവസം കൊണ്ട് അത് ബുദ്ബുദം ആകുന്നു, 10 ദിവസം കൊണ്ട് ബദരീഫലം പോലെ, ബദരിയുടെ കായ, ലന്തക്കായ പോലെ കഠിനമാകുന്നു. പിന്നെ പിണ്ഡാകാരമായിട്ടോ മുട്ടയായിട്ടോ അത് തീരണു ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ പുരുഷരേതസ്സിൽ കൂടി ആ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ ജീവന്റെ ആ വാസസ്ഥാനം ആയിരിക്കുന്ന ഈ രേതസ് ഗർഭപാത്രത്തിൽ ഒരു ദിവസം രക്തത്തോട് ചേർന്നിരിക്കും. ഇതിന് കലലം എന്നു പേർ. 5 ദിവസം കൊണ്ട് ആ രക്തസമ്മിശ്രമായിരിക്കുന്ന രേതസ് വൃത്താകാരം ആയിത്തീരും. ഇതിന് ബുദ്ബുദം എന്നു പേർ. 10 ദിവസം കൊണ്ട് അതൊരു എലന്തക്കായയുടെ ആകൃതിയിൽ നീണ്ടു ഉരുണ്ടിരിക്കുന്ന ഒരു കഠിന ദ്രവ്യമായിട്ട് തീരും. അതിൽ പിന്നെ ഒരു മാംസപിണ്ഡമാകും. ഇതിന് പേശി എന്നു പേർ.
ആ പക്ഷിജാതിയിലോ മറ്റോ പ്രവേശിച്ച രേതസ്സാണെന്ന് വരികിൽ അത് മുട്ടയായിട്ട് തീരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തതഃ ഏകരാത്രിണ, അതിൽ പരം ഒരു രാത്രി കൊണ്ട് ഏകരാത്രിണ ശുക്രശോണിത മിശ്രിതം, ശുക്ലവും ശോണിതവും സമ്മിശ്രമായിട്ട് ചേർന്നിട്ട് ഭവിക്കുന്നു, ഭവതി. അങ്ങനെ പഞ്ചരാത്രിണ 5 രാത്രി കൊണ്ട് ബുദ്ബുദം, ഒരു പോള പോലെയാകുന്നത്. ദശാഹേന ബദരീഫല സദൃശം, ആ 10 രാത്രി കൊണ്ട് അത് ബദരിക്കായ പോലെ ഒരു കട്ടിയുള്ള ഒരു വസ്തുവായിട്ട് തീരുന്നു. തതഹ പേശി അണ്ഡം, അങ്ങനെ അത് പേശികൾ ചേർന്നിട്ടുള്ള ഒരു മാംസപിണ്ഡം ആയിട്ട്, അല്ലെങ്കിൽ അണ്ഡം വാ, അത് അണ്ഡജങ്ങളിലാണെങ്കിൽ അതൊരു മുട്ടയായിട്ട് അത് പരിണമിക്കുന്നു എന്നർത്ഥം. നമുക്കതുകൂടി വായിക്കാം. തതഹ ഏകരാത്രേണ ശുക്രശോണിത മിശ്രിതം ഭവതി പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന ബദരീഫല സദൃശം തതഹ പേശി അണ്ഡം വാ, അങ്ങനെ ആയിട്ട് തീരണം. അതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. മാസേന തു ശിരോദ്വാഭ്യാം ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവസ്ത്രിഭിഃ. മാസേന തു ശിരോദ്വാഭ്യാം ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവസ്ത്രിഭിഃ. ഒരു മാസം കൊണ്ട് അതിന് തലയുണ്ടാവണം. ദ്വാഭ്യാം 2 മാസം കൊണ്ട്, ബാഹുവംഘ്രാഭ്യാം ആ കൈകാലുകള് ഉണ്ടാവണം. അങ്ങനെ ത്രിഭി 3 മാസമാകുമ്പോഴത്തേക്കും നഖങ്ങള്, രോമങ്ങള്, തൊലി എന്നിവയും ലിംഗച്ഛേദോദ്ഭവ സ്ത്രീ പുരുഷ ഭേദഭാവവും ഇന്ദ്രിയദ്വാരങ്ങളും ഒക്കെ ആ 3 മാസം കൊണ്ട് ഉണ്ടാവണം എന്നർത്ഥം. അപ്പൊ അതിലത്തെ പദങ്ങള് മാസേനതു 1 മാസം കൊണ്ട്, ശിരഹ തലയും, ദ്വാഭ്യാം 2 മാസം കൊണ്ട്, ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ കൈ കാൽ മുതലായവയുടെ ഉൽപ്പത്തിയും, ത്രിഭിഹി 3 മാസങ്ങൾ ആകുമ്പോൾ, നഖലോമ അസ്ഥിചർമാണി നഖങ്ങൾ, രോമങ്ങൾ, തൊലി എന്നിവയും, ലിംഗച്ഛിദ്രോദ്ഭവ ആ സ്ത്രീ പുരുഷ ഭേദഭാവവും ഇന്ദ്രിയദ്വാരങ്ങളും ഉണ്ടാകുന്നു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. മാസേനതു 1 മാസം കൊണ്ട്, ശിരഹ തലയും, ദ്വാഭ്യാം 2 മാസം കൊണ്ട്, ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ കൈ കാൽ മുതലായവയുടെ ഉൽപ്പത്തിയും, ത്രിഭിഹി 3 മാസങ്ങൾ ആകുമ്പോൾ, നഖലോമ അസ്ഥിചർമാണി നഖങ്ങൾ, രോമങ്ങൾ, തൊലി എന്നിവയും, ലിംഗച്ഛിദ്രോദ്ഭവ ആ സ്ത്രീ പുരുഷ ഭേദഭാവവും ഇന്ദ്രിയദ്വാരങ്ങളും ഉണ്ടാകുന്ന അർത്ഥം. അതിലത്തെ അന്വയം വന്നിട്ട് മാസേനതു ശിരഃ ദ്വാഭ്യാം ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ ത്രിഭിഃ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ. എന്നുകൂടി പറയാം. മാസേനതു ശിരഃ ദ്വാഭ്യാം ബാഹ്വംഘ്രിയാദ്യംഗവിഗ്രഹ ത്രിഭിഃ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ. അപ്പൊ 1 മാസം കൊണ്ട് തലയും, 2 മാസം കൊണ്ട് കൈ കാൽ മുതലായവയുടെ ഉൽപ്പത്തിയും, 3 മാസമാകുമ്പോൾ നഖങ്ങൾ, രോമങ്ങൾ, തൊലി എന്നിവയും, സ്ത്രീ പുരുഷ ഭേദഭാവവും ഇന്ദ്രിയദ്വാരങ്ങളും ഉണ്ടാകും. 1 മാസം കൊണ്ട് ശിരസ്സും, 2 മാസം കൊണ്ട് കൈകാൽ മുതലായവയും അവയവഘടനയും, അങ്ങനെയുള്ള അവയവഘടനയും, 3 മാസം കൊണ്ട് നഖം, രോമം, അസ്ഥി, ചർമ്മം, ലിംഗം, ദ്വാരങ്ങൾ എന്നിവയുടെ ഉൽപ്പത്തിയും സംഭവിക്കണു. ലിംഗം ന ഛിദ്രാണി എന്ന് ശ്രീധരീയം. ലിംഗം സ്ത്രീ പുരുഷ ഭേദത്തെ വ്യഞ്ജിപ്പിക്കുന്നതിനാൽ ഛിദ്രങ്ങൾ എന്നാൽ ദ്വാരങ്ങൾ, നവദ്വാരങ്ങൾ എന്നർത്ഥം. ഛിദ്രങ്ങള്. അപ്പോ 1 മാസം കൊണ്ട് ശിരസ്സും, 2 മാസം കൊണ്ട് കൈകാലുകളുടെയും മറ്റു വിഭാഗവും ഭവിക്കുന്നു, അവയവങ്ങള്.
3 മാസങ്ങൾ കൊണ്ട് നഖങ്ങൾ, രോമങ്ങൾ, എല്ലുകൾ, തോൽ എന്നിവയും സ്ത്രീ പുരുഷ വ്യത്യാസവും ഉണ്ടാകുന്നു. അപ്പോൾ 1 മാസം കൊണ്ട് ശരീരസ്ഥാനവും 2 മാസം കൊണ്ട് കൈകാൽ മുതലായ അവയവങ്ങളുടെ വിഭാഗവും 3 മാസം കൊണ്ട് നഖങ്ങൾ, രോമങ്ങൾ, എല്ല്, തോൽ, ലിംഗം, ദ്വാരം എന്നിവയും ഉണ്ടാകുന്നു എന്നർത്ഥം. അപ്പം അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം നമുക്ക്. മാസേന ശിര, 1 മാസം കൊണ്ട് ശിരസ്. ദ്വിമാസേന, 2 മാസം കൊണ്ട് ഹസ്തപാദാദ്യംഗാനാം വിഭാഗ, ഹസ്തം, പാദം, കാല്, കയ്യ് തുടങ്ങിയിട്ടുള്ള അംഗങ്ങളുടെ വിഭാഗങ്ങൾ. ത്രിഭിർ, 3 മാസം കൊണ്ട്. ത്രിഭിർ നഖ, രോമ, അസ്ഥി, ചർമാണി, നഖം, രോമം, അസ്ഥി, ചർമ്മം. ലിംഗ ഛിദ്രാണി, ലിംഗം, ഛിദ്രം, ഛിദ്രം എന്ന് പറഞ്ഞാൽ ദ്വാരം, ഇവയും ഒക്കെ ഉണ്ടാകുന്നു. തതഃ പേശി അണ്ഡം മാസേന ശിരഃ, ദ്വിമാസേന ഹസ്തപാദാദ്യംഗാനാം വിഭാഗഃ, ത്രിഭിർ നഖ, രോമ, അസ്ഥി, ചർമാണി, ലിംഗ ഛിദ്രാണി ച. ഇപ്രകാരം ജീവനിൽ, ആ ജന്തുവിലുള്ള വ്യത്യാസങ്ങൾ ആ ഗർഭത്തിൽ അവിടെ വെച്ചിട്ട് ഓരോ മാസങ്ങളിലായിട്ട് ഉണ്ടാവണു എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 4-ാമത്തെ ശ്ലോകം. ചതുർഭിർധാതവഃ സപ്ത പഞ്ചഭി ക്ഷുത്രിടുദ്ഭവഃ ഷഡ്ഭിർജരായുണാവീതഃ കുക്ഷൗ ഭ്രാമ്യതി ദക്ഷിണേ. ചതുർഭിർധാതവഃ സപ്ത പഞ്ചഭി ക്ഷുത്രിടുദ്ഭവഃ ഷഡ്ഭിർജരായുണാവീതഃ കുക്ഷൗ ഭ്രാമ്യതി ദക്ഷിണേ. 4 മാസം കൊണ്ട്, ചതുർഭി എന്ന് പറഞ്ഞാൽ 4 മാസം കൊണ്ട് ആ സപ്തധാതുക്കളും രൂപം കൊള്ളുന്നു. അതിൽ സപ്തധാതുക്കളും രൂപം കൊണ്ട് 5 മാസം കൊണ്ട് വിശപ്പും ദാഹവും ആരംഭിക്കുന്നു. ക്ഷുത്രിഡ്ഭാവ, വിശപ്പും ദാഹവും ആരംഭിക്കുന്നു. 6 മാസങ്ങൾ കൊണ്ട് ആ ജരായു എന്ന ആ ചർമ്മത്താൽ ആവൃതനായിട്ട് കുക്ഷൗ, ആ വയറിൽ, ആ വലത്ത് ഭാഗത്ത് കിടന്ന് ആ പ്രാണൻ ചലിക്കുന്നു എന്നർത്ഥം. വലത്ത് ഭാഗത്തുനിന്ന് ഭ്രാമ്യതി, ദക്ഷിണ ഭാഗത്ത് അത് ഇങ്ങനെ ചലനം ഉണ്ടാവണം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ചതുർഭിഹി, ആ 4 മാസം കൊണ്ട് സപ്തധാതവഃ, സപ്തധാതുക്കളും രൂപം കൊള്ളുന്നു. പഞ്ചഭിഹി, 5 മാസങ്ങൾ കൊണ്ട് ക്ഷുത്രിഡ്ഭവഃ, വിശപ്പും ദാഹവും ആരംഭിക്കുന്നു. ഷഡ്ഭിഹി, 6 മാസം കൊണ്ട് ജരായുണ, ജരായു എന്ന ആ ചർമ്മത്താൽ വീതഃ, ആവൃതനായിട്ട് കുക്ഷൗ, വയറിൽ, ദക്ഷിണേ, വലത്ത് ഭാഗത്ത്, ഭ്രാമ്യതി, കിടന്ന് ചലിക്കുന്നു. അവിടുന്ന് ഒരു ചെറിയ അനക്കങ്ങൾ അവിടെ ഉണ്ടാവണമെന്നർത്ഥം. ഒന്നുകൂടി പറയാം. ചതുർഭിഹി, 4 മാസം കൊണ്ട് സപ്തധാതവഃ, സപ്തധാതുക്കളും രൂപം കൊള്ളുന്നു. പഞ്ചഭിഹി, 5 മാസം കൊണ്ട് ക്ഷുത്രിഡ്ഭവഃ, വിശപ്പും ദാഹവും ആരംഭിക്കുന്നു. ഷഡ്ഭിഹി, 6 മാസം കൊണ്ട് ജരായുണ, ജരായു എന്ന ചർമ്മത്താൽ വീതഃ, ആവൃതനായിട്ട് കുക്ഷൗ, ആ വയറിൽ, ദക്ഷിണേ, വലത്തു ഭാഗത്ത്, ഭ്രാമ്യതി, കിടന്ന് ചലിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ ആ അന്വയം. ചതുർഭിഹി സപ്തധാതവഃ പഞ്ചഭിഹി ക്ഷുത്രിഡ്ഭവഃ ഷഡ്ഭിഹി ജരായുണാവീതഃ കുക്ഷൗ ദക്ഷിണേ ഭ്രാമ്യതി. ഒന്നും കൂടി പറയാം. ചതുർഭിഹി സപ്തധാതവഃ പഞ്ചഭിഹി ക്ഷുത്രിഡ്ഭവഃ ഷഡ്ഭിഹി ജരായുണാവീതഃ കുക്ഷൗ ദക്ഷിണേ ഭ്രാമ്യതി. 4 മാസം കൊണ്ട് ആ സപ്തധാതുക്കളും രൂപം കൊള്ളുന്നു. 5 മാസം കൊണ്ട് വിശപ്പും ദാഹവും ആരംഭിക്കുന്നു. 6 മാസം കൊണ്ട് ജരായു എന്ന ചർമ്മത്താൽ ആവൃതനായിട്ട് ആ വയറിൽ വലത്ത് ഭാഗത്ത് കിടന്ന് ചലിക്കണു എന്നർത്ഥം. 4-ാം മാസം കൊണ്ട് ആ സപ്തധാതുക്കൾ രൂപം കൊള്ളുന്നു. 5-ാം മാസം കഴിയുമ്പോഴേക്കും വിശപ്പും ദാഹവും തുടങ്ങുന്നു. 6-ാം മാസം കഴിയുമ്പോൾ ജരായു എന്ന ആവരണം വരും. അങ്ങനെ ആ മാതാവിൻ്റെ കുക്ഷിയുടെ വലത് ഭാഗത്ത് കിടന്ന് അത് ചലിക്കുവാൻ തുടങ്ങുന്നു എന്നർത്ഥം. സപ്തധാതുക്കൾ ഏവയെന്നും വൈദ്യശാസ്ത്രവും ഇതര ശാസ്ത്രങ്ങളും തമ്മിൽ അവയെപ്പറ്റി അന്തരം എന്തെന്നും ആ ദ്വിതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായം 1-ാം ശ്ലോകം വ്യാഖ്യാനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
ജരായു എന്ന ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്യുന്ന ചർമ്മം അഥവാ മറുപിള്ള, ചാപിള്ള. പ്രസവം വരെ ആ ശിശുവിനെ രക്ഷിക്കുന്ന ജര എന്ന ഒരു ദേവതയാണ്. ആ ജരായു എന്നതിൻ്റെ ആ വാച്യാർത്ഥം പ്രസവാനന്തരം ജീർണിച്ചു പോകുന്നതാണ് ആ മറുപിള്ള എന്നുമാണ് അതിൽ പറയുന്നത്. ജരായുർ ജരയാ ഗർഭസ്യ ജരായാജൂയത ഇതി വാ എന്നൊക്കെ പറയും. പ്രസവിച്ചുണ്ടാകുന്ന ആ പ്രാണിവർഗങ്ങൾ ജരായുജങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണഭാഗത്ത് ആ പുരുഷപ്രജയും വാമഭാഗത്ത് സ്ത്രീ പ്രജയും ആണെന്നും പുരുഷ പ്രാധാന്യം ഹേതുവായിട്ട് ദക്ഷിണ ശബ്ദം പ്രയോഗിച്ചതാണെന്നും ചില വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട്. ദക്ഷിണേ ഇതി പുത്രോ ദക്ഷിണകുക്ഷൗ സ്യാദ് വാമേ ഭവേദ് ധ്രുവം. ഇങ്ങനെ ആ പ്രസിദ്ധരായിട്ടുള്ളവർ ആ ദക്ഷിണ ഇതി പും പ്രാധാന്യേനോക്തം, പുരുഷന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് ദക്ഷിണഭാഗത്ത് ചലിക്കണമെന്ന് ആദ്യം പറയുന്നു. വലത്ത് ഭാഗത്താണ് ചലിക്കുന്നത് എന്നുണ്ടെങ്കിൽ പുരുഷനും, ഇടത്ത് ഭാഗത്താണ് ചലനം ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്ത്രീയും ആവുന്ന എല്ലാവരും പറയും. അപ്പോൾ 4 മാസം കൊണ്ട് അസപ്തധാതുക്കളും 5 മാസം കൊണ്ട് വിശപ്പ് ദാഹം ഇവയും 6 മാസം കൊണ്ട് മറുപിള്ളയാൽ മൂടപ്പെട്ട ആ വയറിന്റെ വലതുഭാഗത്ത് അങ്ങനെ ചുറ്റുന്നു. 4 മാസം കൊണ്ട് മാംസം മുതലായ 7 ധാതുക്കൾ, 5 മാസം കൊണ്ട് ദാഹം മുതലായിരിക്കുന്ന ആ പ്രാണന്റെ ധർമ്മം ഉണ്ടാകുന്നു. 6-ാം മാസത്തിൽ ജരായു എന്ന് പറയപ്പെടുന്ന ആ നേർമയേറിയ ഒരു ജാതി തൊലിയാൽ ചുറ്റപ്പെട്ട് ആ ഗർഭഗതനായിരിക്കുന്ന ശരീരി മാതാവിൻ്റെ കുക്ഷിയിൽ വലത്തുഭാഗത്ത് ചലിച്ചു തുടങ്ങും. പെൺപ്രജയാണെങ്കിൽ ആ മാതാവിൻ്റെ കുക്ഷിയിൽ ഇടതുഭാഗത്താണ് ചലിക്കുക എന്ന് വേറെ ചില പ്രമാണങ്ങളിൽ കാണുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത് നോക്കാം. ചതുർഭിഹി സപ്തധാതവഃ, 4-ാമത്തെ മാസത്തില് അസപ്തധാതുക്കളും, പഞ്ചഭിഹി ക്ഷുത്രിഭവഃ, 5-ാം മാസത്തിലെ വിശപ്പും ദാഹവും, ഷഡ്ഭിർജരായുണ, 6-ാം മാസത്തിലെ അജരായു എന്ന് പറയുന്ന ആ ജരായുണ വേഷ്ടിത, ജരായു എന്ന ചർമ്മം കൊണ്ട് വേഷ്ടിതമായിട്ട് ദക്ഷിണയെ കുക്ഷവും, ആ വലത്തുഭാഗത്തുള്ള കുക്ഷിയിൽ ഭ്രാമ്യതി, അങ്ങനെ ചുറ്റുന്നു. ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർഭി സപ്തധാതവ പഞ്ചഭി ക്ഷുത്രിഭവ ഷഡ്ഭിർജരായുണ വേഷ്ടിതോ ദക്ഷിണേ കുക്ഷൗ ഭ്രാമ്യതി എന്നതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അതായത് 5-ാമത്തെ ശ്ലോകം. മാതുർജഗ്ധാന്നപാനാദ്യൈരേധ ധാതുരസമ്മതേ ഏതദ്ധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗർത്തേ സജന്തുർജന്തു സംഭവേ. മാതുർജഗ്ധാന്നപാനാദ്യൈരേധധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗർത്തേ സജന്തുർജന്തു സംഭവേ. മാതാവിനാൽ ആഹരിക്കപ്പെട്ടിട്ടുള്ള ജഗ്ധാന്നപാനം, ആഹരിക്കപ്പെട്ടിട്ടുള്ള ആ അന്നപാനാദി വസ്തുക്കളാൽ ധാതുക്കൾ പുഷ്ടിപ്പെട്ടിട്ട്, ജഗ്ധാന്നപാനാദ്യൈരേധധാതുർ അസമ്മതേ, ആ ധാതുക്കളൊക്കെ പുഷ്ടിപ്പെട്ടിട്ട് ആ ജീവി സജന്തുഹു ജന്തു സംഭവേ, ആ കൃമികളുടെ ഉൽപ്പത്തി സ്ഥാനം, അവിടെ ആ ജന്തുവിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എന്നർത്ഥം അവിടെ ഉണ്ടാവണു. പിന്നെ അസമ്മതേ, വെറുക്കുന്നവർക്ക് വെറുക്കപ്പെട്ടതായിട്ടുള്ള വിൺമൂത്രയോഹോ, ആ മലമൂത്രങ്ങളുടെ കുഴിയിൽ, വിൺമൂത്രയോഹോ ഗർത്തേ ശേതേ, ആ മാതാവിൻ്റെ ആ മലമൂത്രങ്ങളുടെ ആകുന്ന ആ കുഴിയിൽ, ആ ഗർത്തത്തിൽ അവിടെ കിടക്കണു എന്നാണ് പറയുന്നത്. ആ ഗർഭത്തിലെ
മാതാവ് ഭക്ഷിക്കുന്ന അന്നം, കുടിക്കുന്ന ജലം ഇത്യാദികളാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ധാതുക്കൾ പുഷ്ടിപ്പെടുന്നു. അങ്ങനെ ആ ജീവൻ തനിക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കണം അർത്ഥം. ഛേദേ അസമ്മതേ, തനിക്കിഷ്ടപ്പെടാത്തതായിരിക്കുന്ന മലമൂത്രങ്ങളുടെ കുഴിയായതും കൃമികീടങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ആയിട്ടുള്ള ആ മാതാവിൻ്റെ ഉദരത്തിൽ ശയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാതുർജഗ്ധാന്നപാനാദ്യൈരേധധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗർത്തേ സ ജന്തുർജന്തു സംഭവേ. അതായത് പദങ്ങളുടെ അർത്ഥം മാതുഹു, ആ മാതാവിനാൽ, ജഗ്ധാന്നപാനാദ്യൈഹി, ആഹരിക്കപ്പെട്ട അന്നപാനാദി വസ്തുക്കളാൽ, ഏതദ്ധാതുഹു, ആ ധാതുക്കൾ പുഷ്ടിപ്പെട്ടിട്ട്, സ ജന്തുഹു, ആ ജീവി, ജന്തു സംഭവേ, ആ കൃമികളുടെ ആ ഉൽപ്പത്തി സ്ഥാനം, അസമ്മതേ, വെറുക്കുന്നതും ആയിരിക്കുന്ന, വിൺമൂത്രയോഹോ, ആ മലമൂത്രങ്ങളുടെ ഗർത്തേ, കുഴിയിൽ, ശേതേ, കിടക്കുന്നു. എന്നുകൂടി പറയാം. മാതുഹു, മാതാവിനാൽ, ജഗ്ധാന്നപാനാദ്യൈഹി, ആഹരിക്കപ്പെട്ടിട്ടുള്ള അന്നപാനാദി വസ്തുക്കളാൽ, ഏതദ്ധാതുഹു, ആ ധാതുക്കൾ പുഷ്ടിപ്പെട്ടിട്ട്, സ ജന്തുഹു, ആ ജീവി, ജന്തു സംഭവേ, കൃമികളുടെ ഉൽപ്പത്തി സ്ഥാനവും, അസമ്മതേ, വെറുക്കുന്നതും ആയ, വിൺമൂത്രയോഹോ, ആ മലമൂത്രങ്ങളുടെ ഗർത്തേ, കുഴിയിൽ, ശേതേ, കിടക്കുന്നു. അപ്പോൾ അതായത് അതിലത്തെ അന്വയം വന്നിട്ട് മാതുഹു ജഗ്ധാന്നപാനാദ്യൈഹി ഏതദ്ധാതുഹു സഹ ജന്തുഹു ജന്തുസംഭവേ അസമ്മതേ വിൺമൂത്രയോഹോ ഗർത്തേ ശേതേ. എന്നുകൂടി പറയാം. മാതുഹു ജഗ്ധാന്നപാനാദ്യൈഹി ഏതദ്ധാതുഹു സഹ ജന്തുഹു ജന്തുസംഭവേ അസമ്മതേ വിൺമൂത്രയോഹോ ഗർത്തേ ശേതേ. അതായത് മാതാവിനാൽ ആഹരിക്കപ്പെട്ട അന്നപാനാദി വസ്തുക്കളാൽ ധാതുക്കൾ പുഷ്ടിപ്പെട്ട് ആ ജീവി കൃമികളുടെ ഉൽപ്പത്തി സ്ഥാനവും വെറുപ്പർഹിക്കുന്നതും ആയിരിക്കുന്ന ആ മലമൂത്രങ്ങളുടെ ആ കുഴിയിൽ അങ്ങനെ കിടക്കണു എന്നർത്ഥം. അതായത് മാതാവ് ഭക്ഷിക്കുന്ന അന്നം, കുടിക്കുന്ന ജലം ഇത്യാദികളാൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ധാതുക്കൾ പുഷ്ടിപ്പെടുന്നു. അങ്ങനെ ആ ജീവൻ തനിക്കിഷ്ടപ്പെടാത്തതും മലമൂത്രങ്ങളുടെ കുഴിയായതും കൃമികീടങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ആയിരിക്കുന്ന മാതാവിൻ്റെ ഉദരത്തിൽ ശയിക്കണു എന്നർത്ഥം. ജഗ്ധേന ഭക്ഷിതേന, ശ്രീധരീതിൽ പറയുന്നുണ്ട്, നാഡീചാപ്യായനീ നാമ നാഭ്യാ തസ്യ നിബധ്യതേ സ്ത്രീണാം തഥാന്ത്രസുഷിരേ സാ നിബദ്ധോപജായത്തെ ക്രമത്തെ ഭുക്തപിതാനി ക്രമത്തെ ഭുക്തപീതാനി സ്ത്രീണാം ഗർഭോദരേ തഥാ തൈരാപ്യായദേഹോ സൗ ജന്തുർവൃദ്ധിമുപൈതി വൈ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. ശ്രീധരാചാര്യർ അതിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത്. മാതാവിൻ്റെ ആ ഉദരവുമായിട്ട് ശിശുവിനെ പൊക്കിളിലൂടെ ബന്ധിക്കുന്ന നാഡിയാണ് ആപ്യായനി എന്ന് പറയുന്നത്. അസമ്മതം എന്നാൽ തനിക്ക് സമ്മതമല്ലാത്തത്, ഇഷ്ടപ്പെടാത്തത്, ജന്തുസംഭവം, ആ പുഴുക്കളുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ് ആ ഉദരം എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ജന്തു മാതാവിൻ്റെ ആ ഭക്ഷണ സാധനങ്ങളാൽ ധാതുക്കൾ പുഷ്ടിപ്പെട്ട് പുഴുക്കൾ നിറഞ്ഞതും അതിനീചവുമായിരിക്കുന്ന മലമൂത്ര ഗർത്തത്തിൽ കിടക്കണു എന്നാണ് പറയുന്നത്. മാതാവ് ഭക്ഷിക്കുന്ന അന്നപാനാദി രസങ്ങളുടെ ആ വ്യാപ്തി നിമിത്തം ഈ ഗർഭഗത ശരീരത്തിലെ ആ മാംസാദി സപ്തധാതുക്കൾ അഭിവൃദ്ധിയെ പ്രാപിക്കും. കൃമികീടാദികളുടെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ആ മലമൂത്രാദി അശുദ്ധ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും ഇഷ്ടപ്പെടാത്തതും ശുചിയില്ലാത്തതുമായിട്ടുള്ള സ്ഥാനത്തിൽ അങ്ങനെ കിടക്കുന്നു. ആഹാരവും വാസസ്ഥാനവും ഇഷ്ടമാവാൻ തരമില്ലാത്ത വിധത്തിൽ ആണെന്ന് ആണ് ഇവിടെ പറയണത്. ഇതിന്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ജന്തുർ മാതുർ ഭക്ഷിതാന്നപാനാദ്യേർ വർദ്ധമാനോ. ആ ജന്തു ജീവി ആ മാതാവ് ഭക്ഷിക്കുന്ന അന്നപാനാദികളിൽ കൂടിയിട്ട് അതിൻ്റെ ശക്തി വർദ്ധിക്കണു. വർദ്ധമാനോ
വിൺമൂത്രഗതേശ്വേതേ. എന്നിട്ട് ആ മലമൂത്രാദികളുടെ ആ ഗർത്തം ആയിരിക്കുന്ന ആ ഗർഭപാത്രത്തിൽ അത് ശയിക്കണമെന്നർത്ഥം. അടുത്ത ശ്ലോകം, ആറാമത്തെ ശ്ലോകം. കൃമിഭിഃ ക്ഷത സർവാംഗഃ സൗകുമാര്യാത് പ്രദിക്ഷണം മൂർച്ഛാം ആപ്നോത്യുരുക്ലേശസ്തത്രത്യൈഃ ക്ഷുധിതൈർമുഹുഃ. കൃമിഭിഃ ക്ഷത സർവാംഗഃ സൗകുമാര്യാത് പ്രദിക്ഷണം മൂർച്ഛാം ആപ്നോത്യുരുക്ലേശസ്തത്രത്യൈഃ ക്ഷുധിതൈർമുഹുഃ. അങ്ങനെ അവിടെ ഉള്ള ആ വിശന്നും കൊണ്ടിരിക്കുന്ന പുഴുക്കൾ അങ്ങനെ തുടരെ കൃമിഭിഃ ക്ഷത സർവാംഗഃ ആ എല്ലാ അംഗങ്ങളെയും കടിച്ച് മുറിക്കണം. മൃദുത്വം ഹേതുവായിട്ട്, അപ്പോൾ ആ ശരീരത്തിൻ്റെ മൃദുത്വം ഹേതുവായിട്ട് ആ കൃമികളൊക്കെ കടിക്കുമ്പോൾ വല്ലാതെ ക്ലേശിച്ചിട്ട് ഇടയ്ക്കിടെ ബോധക്ഷയം വരുന്നു എന്നാണ് പറയുന്നത്. കൃമിഭിഃ ക്ഷത സർവാംഗഃ സൗകുമാര്യാത് പ്രദിക്ഷണം മൂർച്ഛാം ആപ്നോത്യുരുക്ലേശസ്തത്രത്യൈഃ ക്ഷുധിതൈർമുഹുഃ. ആ ശരീരം വളരെ മൃദുവായിരിക്കും ആ ഗർഭത്തിൽ കിടക്കുമ്പോൾ. ആ സമയത്ത് ആ ചുറ്റും ഉള്ള ആ കൃമിജാലങ്ങളൊക്കെ വന്നിട്ട് കടിച്ചിട്ട് ആ ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ചിലപ്പോൾ ബോധം വരെ ഇല്ലാതെയാവണമെന്നാണ് പറയണത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമ്മൾ. തത്രത്യൈഹി അവിടെയുള്ള, ക്ഷുധിതൈഹി വിശന്ന, കൃമിഭിഹി ആ പുഴുക്കളാൽ, മുഹുഹു തുടരെയുള്ള, ക്ഷതസർവാംഗഃ കടിച്ചു മുറിക്കപ്പെട്ടിട്ട്, സൗകുമാര്യാത് മൃദുത്വം ഹേതുവായിട്ട്, ഉരുക്ലേശഃ വല്ലാതെ ക്ലേശിച്ചിട്ട്, പ്രദിക്ഷണം ഇടയ്ക്കിടെ, മൂർച്ഛാം ബോധക്ഷയം ആപ്നോതി വരുന്നു. ഒന്നും കൂടി പറയാം പദങ്ങൾ. തത്രത്യൈഹി അവിടെയുള്ള, ക്ഷുധിതൈഹി ആ വിശന്ന, കൃമിഭിഹി ആ പുഴുക്കളാൽ, മുഹുഹു തുടരെ ക്ഷതസർവാംഗഃ കടിച്ചു മുറിക്കപ്പെട്ട്, സൗകുമാര്യാത് ആ മൃദുത്വം ഹേതുവായിട്ട്, ഉരുക്ലേശഃ വല്ലാതെ ക്ലേശിച്ച്, പ്രദിക്ഷണം ഇടയ്ക്കിടെ, മൂർച്ഛാം ആ ബോധക്ഷയം ആപ്നോതി വരുന്നു. അപ്പം അവിടെ ഉള്ള ആ വിശന്ന ആ പുഴുക്കളാൽ തുടരെ കടിച്ചു മുറിക്കപ്പെട്ടിട്ട് ആ മൃദുത്വം ഹേതുവായിട്ട് വല്ലാതെ ക്ലേശിച്ച് ആ ഇടയ്ക്കിടെ ആ ബോധക്ഷയം വരണു എന്നാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ അന്വയം വന്നിട്ട് തത്രത്യൈഹി ക്ഷുധിതൈഹി കൃമിഭിഹി മുഹുഹു ക്ഷതസർവാംഗഃ സൗകുമാര്യാത് ഉരുക്ലേശഃ പ്രദിക്ഷണം മൂർച്ഛാം ആപ്നോതി. ഒന്നും കൂടി പറയാം. തത്രത്യൈഹി ക്ഷുധിതൈഹി കൃമിഭിഹി മുഹുഹു ക്ഷതസർവാംഗഃ സൗകുമാര്യാത് ഉരുക്ലേശഃ പ്രദിക്ഷണം മൂർച്ഛാം ആപ്നോതി. അപ്പോൾ അവിടെയുള്ള വിശന്ന് വലയുന്ന കൃമികൾ എപ്പോഴും ആ ദേഹം മുഴുവൻ കടിച്ച് വ്രണപ്പെടുത്തും. ആ മാർദ്ദവമേറിയിട്ടുള്ള ശരീരമാകിയാൽ ഇത് സഹിയാതെ ക്ലേശിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓഹാലസ്യപ്പെടുന്ന അർത്ഥം. അപ്പോൾ ആ സൗകുമാര്യത്താൽ അവിടെയുള്ള ആ വിശപ്പ് ബാധിച്ച കൃമികളാൽ എല്ലാ അംഗങ്ങളിലും കടിയേറ്റ് വലിയ ക്ലേശം അനുഭവിച്ച് പ്രദിക്ഷണം ആ മോഹാലസ്യത്തിന് അടിമപ്പെടുന്നു. മലമൂത്രം നിറഞ്ഞിരിക്കുന്ന ആ സ്ഥാനത്തിലുള്ള വിശന്നിരിക്കുന്ന കൃമികളെ ഏറ്റവും സുകുമാരമായിരിക്കുന്ന ആ ജീവിയുടെ ആ സർവാവയവങ്ങളിലും കടിച്ചു മുറിവേൽപ്പിക്കും. ആ ക്ലേശം സഹിക്കാൻ ശക്തിയില്ലാതെ അടിക്കടി മോഹാലസ്യപ്പെടും. അതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞ നോക്കാം. തത്ര കൃമിഭിഹി അവിടെ ആ കൃമികള് ക്ഷതസർവാംഗഃ എല്ലാ അംഗങ്ങളെയും മുറിവേൽപ്പിച്ചിട്ട്, മൂർച്ഛാം ആ ക്ലേശം കൊണ്ട് മൂർച്ഛയെ പ്രാപിക്കുന്നു, ബോധം ഇല്ലാതെ മൂർച്ഛാം പ്രാപ്നോതി. തത്ര കൃമിഭിഹി ക്ഷതസർവാംഗോ മൂർച്ഛാം പ്രാപ്നോതി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം പറയുന്നത്. അപ്പോൾ അടുത്തത് 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് നോക്കാം നമുക്ക്. കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭിർ ഉൽബണൈഃ മാതൃഭുക്തൈർ ഉപസ്പൃഷ്ടഃ സർവാംഗോത്ഥിതവേദനഃ
കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭിരുൾബണൈ മാതൃഭുക്തൈരുപസ്പൃഷ്ട സർവാംഗോത്ഥിതവേദന. പിന്നെ ഉദ്ബേന സംവൃതസ്തസ്മിന്നാന്ത്രൈശ്ച ബഹിരാവൃത ആസ്തേ കൃത്വാ ശിരകുക്ഷൗ ഭുഗ്നപൃഷ്ഠശിരോധരഃ. ഉദ്ബേന സംവൃതസ്തസ്മിന്നാന്ത്രൈശ്ച ബഹിരാവൃതഃ ആസ്തേ കൃത്വാ ശിരകുക്ഷൗ ഭുഗ്നപൃഷ്ഠശിരോധരഃ. അപ്പോൾ ആ മാതാവിനാൽ ആ കഴിക്കപ്പെടുന്ന ആ ശക്തിയേറിയിട്ടുള്ള ആ എരിവും ചൂടും ആ ഉപ്പും പുളിപ്പും ഒക്കെ ചേർന്നിട്ടുള്ള തീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷ ആമ്ലാദിഭി ഇതൊക്കെ ആണ്. അപ്പൊ എരിവും ചൂടും ഉപ്പും പുളിപ്പും ഒക്കെ ചേർന്നിട്ട് അതിൻ്റെ ആ ഒരു ശക്തി ബാധിക്കപ്പെട്ടും സർവാംഗോത്ഥിത വേദന, അവയവങ്ങളെല്ലാം അങ്ങനെ വേദനയോടെ ആ ജരായുവിനാലും ആ മാതാവിൻ്റെ ആ കുടൽമാല കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് ആവൃതം, ജരായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജരായു എന്നുള്ള ചർമ്മം കൊണ്ടും ചുറ്റപ്പെട്ടിട്ട് ശിരസ്സിനെ കുക്ഷിയിൽ വെച്ച് പൃഷ്ഠഭാഗം കഴുത്തും വളച്ചുകൊണ്ട് അതിലിരിക്കുന്നു. തസ്മിൻ ആസ്തേ, അതിലിരിക്കുന്നു. അതായത് തലകീഴായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് അതിലത്തെ രണ്ട് ശ്ലോകങ്ങളത്തെയും പദങ്ങൾ നോക്കാം. മാതൃഭുക്തൈഹി, ആ മാതാവിനാൽ ആഹരിക്കപ്പെട്ടിട്ടുള്ള, ഉൽബണൈഹി, ശക്തിയുള്ള വളരെ ശക്തമായിരിക്കുന്ന രസങ്ങളാണ്. കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭി, എരിവും ചൂടും ഉപ്പും പുളിപ്പും മറ്റും ചേർന്നവയാൽ ഉപസ്പൃഷ്ട, ബാധിക്കപ്പെട്ടിട്ട്, അപ്പം അതിൻ്റെയൊക്കെ ശക്തി കൊണ്ട് അതൊക്കെ ആ ശരീരത്തെ ബാധിക്കുകയാണ്. സർവാംഗോത്ഥിത വേദന, സർവ അവയവങ്ങളും വേദനയോടെ ഇരിക്കുകയാണ്. അതിനിടയിൽ ഈ കൃമികളുടെ കടിയും ഒക്കെ അവിടെ ഏൽക്കുന്നുണ്ട്. അങ്ങനെ ഉൽബേന, ജരായുവിനാൽ, ഉൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജരായു എന്ന് പറയുന്ന ചർമ്മം കൊണ്ട് ആവൃതം ആണ്. ഒരു ചർമ്മത്താൽ ഇതിങ്ങനെ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആന്ത്രംശ, മാതാവിൻ്റെ ആ കുടൽമാല അതിൻ്റെ മേതക്കൂടി ഇങ്ങനെ ബന്ധിച്ചിട്ട് കാണാം. അങ്ങനെ ആവൃത, ചുറ്റപ്പെട്ടിട്ട് ശിരസ് ആ കുക്ഷൗ കൃത്വ, ആ കുക്ഷിയെ ഇതായിട്ട് ശിരസിനെ ആ കുക്ഷിയിൽ വെച്ചിട്ട് ഭുഗ്നപൃഷ്ഠശിരോധര, പൃഷ്ഠഭാഗവും കഴുത്തും വളച്ചുകൊണ്ട് തസ്മിൻ ആസ്തേ, അതിലിരിക്കണു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. മാതൃഭുക്തൈഹി, മാതാവിനാൽ ആഹരിക്കപ്പെട്ട, ഉദ്ബണൈഹി, ശക്തിയുള്ള, കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭി, എരിവും ചൂടും ഉപ്പും പുളിപ്പും മറ്റും ചേർന്നവയാൽ, ഉപസ്പൃഷ്ട, ബാധിക്കപ്പെട്ടും, സർവാംഗോത്ഥിത വേദന, അവയവങ്ങളിലെല്ലാം വേദനയോടെ, ഉദ്ബേന, ആ ജരായുവിനാലും, ആന്ത്രൈഹി ച, ആ മാതാവിൻ്റെ ആ കുടൽമാല കൊണ്ടും, ആവൃത, ചുറ്റപ്പെട്ട, ശിരഃ, ആ ശിരസ്സിനെ, കുക്ഷൗ കൃത്വ, കുക്ഷിയിൽ വെച്ച്, ഭുഗ്നപൃഷ്ഠശിരോധര, പൃഷ്ഠഭാഗവും കഴുത്തും വളച്ചുകൊണ്ട്, തസ്മിൻ ആസ്തേ, അതിലിരിക്കണു എന്നർത്ഥം. അപ്പം അതിലത്തെ അന്വയം വന്നിട്ട് മാതൃഭുക്തൈഹി ഉദ്ബണൈഹി കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭി ഉപസ്പൃഷ്ട സർവാംഗോത്ഥിത വേദന ഉദ്ബേന ആന്ത്രൈഹി ച ആവൃതഃ ശിരഃ കുക്ഷൗ കൃത്വാ ഭുഗ്നപൃഷ്ഠഗരി ശിരോധരഃ തസ്മിൻ ആസ്തേ. ഒന്നും കൂടി പറയാം. മാതൃഭുക്തൈഹി ഉദ്ബണൈഹി കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭിഃ ഉപസ്പൃഷ്ടഃ സർവാംഗോത്ഥിത വേദനഃ ഉദ്ബേന ആന്ത്രൈഹി ച ആവൃതഃ ശിരഃ കുക്ഷൗ കൃത്വാ ഭുഗ്നപൃഷ്ഠശിരോധരഃ തസ്മിൻ ആസ്തേ. മാതാവിനാൽ ആഹരിക്കപ്പെട്ടിട്ടുള്ള ശക്തിയുള്ള എരിവും ചൂടും ഉപ്പും പുളിപ്പും മറ്റും ചേർന്നവയാൽ ബാധിക്കപ്പെട്ടും അവയവങ്ങളിലെല്ലാം വേദനയോടെ ജരായുവിനാലും ആ മാതാവിൻ്റെ കുടൽമാല കൊണ്ടും ചുറ്റപ്പെട്ടും ആ ശിരസ്സിനെ കുക്ഷിയിൽ വെച്ചിട്ട്
ആ പൃഷ്ഠഭാഗം കഴുത്ത് വളച്ചുകൊണ്ട് അതിലിരിക്കണു എന്നർത്ഥം. അതായത് മാതാവിനാൽ ഭക്ഷിക്കപ്പെടുന്ന ആഹാരം അസഹ്യമായിട്ടുള്ള എരിവ്, ചൂട്, ഉപ്പുരസം, പുളിപ്പ് എന്നിവ കലർന്നതാകിയാൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ ശരീരത്തിൻ്റെ മാർദ്ദവം ഹേതുവായിട്ട് ദേഹം മുഴുവനും വേദനിക്കും. ജരായുവിൻ്റെ ആവരണം, അതിനു പുറമെ മാതാവിൻ്റെ കുടൽമാല കൊണ്ടുള്ള ചുറ്റൽ എന്നീ ബന്ധനങ്ങൾ ഹേതുവായിട്ട് പൃഷ്ഠഭാഗവും കഴുത്തും വളച്ച് തലകുനിച്ച അവസ്ഥയിൽ മാതാവിൻ്റെ കുക്ഷിയിൽ സ്ഥിതി ചെയ്യണമെന്നർത്ഥം. ഉദ്ബളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്സഹം. ഉദ്ബം എന്നാൽ മുൻപറഞ്ഞ ജരായുവിൻ്റെ പര്യായം, ആ ചർമ്മത്തിൻ്റെ പര്യായം ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മ ഭക്ഷിച്ചതും ദുസ്സഹമായിട്ടുള്ള എരിവ്, അത്യുഷ്ണം, ഉപ്പ്, പുളി എന്നിവ ചേർന്നതും ആയ ഭക്ഷണ പദാർത്ഥങ്ങളാൽ ശരീരത്തിലെല്ലാം വേദനയോട് കൂടിയിട്ട് മറുപിള്ളയാലും പുറമെ കുടലുകളാലും ചുറ്റപ്പെട്ട് തല കുക്ഷിയിൽ വെച്ച് പൃഷ്ഠഭാഗവും കഴുത്തും വളച്ച് കിടക്കണമെന്നർത്ഥം. എരിവും ചവർപ്പും ഉഷ്ണവും ദാഹശക്തിയും പുളിപ്പും ചേർന്നിരിക്കുന്ന അസഹ്യങ്ങളായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ മാതാവ് കഴിക്കുമ്പോൾ ആവകരസത്താൽ സ്പർശിക്കപ്പെടുന്ന ആ സമയം ആ സർവ്വശരീരത്തിലും അസഹ്യമായ വേദന പുറപ്പെടും. ജരായു ആ ശരീരത്തെ മുഴുവനും മൂടിയിരിക്കും. അതിൻ്റെ പുറമെ മാതാവിൻ്റെ വയറ്റിലുള്ള കുടലുകൾക്ക് മീതെ വരിഞ്ഞു കെട്ടിയ മാതിരിയിൽ ആ ചുറ്റി പിടിച്ചും ഇരിക്കുന്നതായിട്ടുള്ള ആ കുടൽമാല ആ പൃഷ്ഠഭാഗവും കഴുത്തും വളച്ചും തല താഴ്ത്തിയും കൊണ്ട് അങ്ങനെ ആ കുക്ഷിയിൽ അങ്ങനെ അനങ്ങാൻ വയ്യാത്ത നിലയിൽ അത് കിടക്കണമെന്നർത്ഥം. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. മാതൃഭുക്തേഹി, മാതാവിനാൽ ഭക്ഷിക്കപ്പെട്ട കടുതീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷ ആമ്ലാദിഭിഹി, കടുത്ത തീക്ഷ്ണങ്ങളായിരിക്കുന്ന ആ ചൂട് സഹിക്കാൻ വയ്യാത്ത ഉപ്പ്, അമ്ലം എരിവ്, ആ പുളിപ്പ്, ഇതുകൊണ്ടൊക്കെ കൊണ്ട് സർവാംഗേഷു എല്ലാ അംഗങ്ങളും ജാതവേദന എല്ലാ അംഗങ്ങളിലും വേദന വന്ന് പുറപ്പെടണം. ജരായുണ ബദ്ധ, ആ ജരായു എന്ന ആ ചർമ്മം കൊണ്ട് ബദ്ധനായിട്ട് കുണ്ടലീഭൂത പൃഷ്ഠഗ്രീവ, ആ കുടൽമാലകളെ കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് ആ പൃഷ്ഠവും കഴുത്തും വളച്ചുകൊണ്ട് കുക്ഷവും ശിരകൃത്വാസ്തേ, ആ ശിരസ് കുനിച്ചുകൊണ്ട് ആ കുക്ഷിയിൽ കിടക്കണമെന്നർത്ഥം. അപ്പോൾ മാതൃഭുക്തൈഹി കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭി സർവാംഗേഷു ജാതവേദന ജരായുണ ബദ്ധ കുണ്ടലീഭൂത പൃഷ്ഠഗ്രീവ കുക്ഷൗ ശിര കൃത്വാസ്തേ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.